എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ സെമി കണ്ടക്ടർ കമ്പനികൾ ഉൾപ്പെടുന്ന GCC കമ്പനികൾ ഒരു ജോലി നേടാം, അതിന് എന്തൊക്കെ സ്കിൽ സെറ്റുകളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വിശദമായ വീഡിയോ ഇതിനു മുമ്പ് എന്റെ ഈ അജു ചാക്കോ വിത്ത് സെമി കണ്ടക്ടർ എന്ന യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതേപറ്റിയുള്ള കുറച്ച് എൻക്വയറികൾ എനിക്ക് കിട്ടിയത് ഈ പറയുന്ന IIT, NIT പോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിച്ചാൽ മാത്രമേ ഈ സെമി കണ്ടക്ടർ കമ്പനികളിൽ ജോലി കിട്ടത്തോളോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഒരു മറുപടി പറയുകയാണെങ്കിൽ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ പറയുന്ന IIT, NIT അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടോപ്പ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പോലുള്ളിടത്ത് പഠിച്ച സ്റ്റുഡൻസിനാണ് അധികവും ഒരു ഫ്രഷറായിട്ട് ഇങ്ങനെയുള്ള കമ്പനികളിൽ ജോലി കിട്ടണമെങ്കിൽ സാധ്യതയുള്ളത്. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ കമ്പനികളൊക്കെ തന്നെ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാലറി പാക്കേജും മറ്റു ബെനിഫിറ്റ്സുമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ എന്റെ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടതാണ്, പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ കമ്പനികളൊക്കെ തന്നെ ഈ പറയുന്ന ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോവുകയും അവിടെ ഉള്ള തന്നെ ടോപ്പ് ടാലന്റുകളെയാണ് പൊതുവെ അവർ റിക്രൂട്ട് ചെയ്യാറുള്ളത്. എന്നാലും നമ്മുടെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ നമ്മുടെ സ്റ്റുഡൻസിനും ഇതേപോലുള്ള ടോപ്പ് സെമി കണ്ടക്ടർ കമ്പനികളിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിന് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് മെത്തേഡ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല എൻ്റെ ഈ അജു ചാക്കോ വിത്ത് സെമി കണ്ടക്ടർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു സെമി കണ്ടക്ടർ ഫീൽഡാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറയാം. ഒന്ന്, നിങ്ങൾ എടുക്കേണ്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഏറ്റവും ചാൻസ് ഉള്ളത്. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം. എങ്കിലും മറ്റ് ഫീൽഡിലുള്ളവർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇല്ലെന്നല്ല. ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ പക്ഷെ കൂടുതൽ ഡീപ്പ് ടെക്നിക്കൽ സൈഡിലല്ല. ഞാൻ കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ടീമിന്റെ ഭാഗമാണ്. എങ്കിലും പ്യൂർലി ടെക്നിക്കൽ സൈഡിലുള്ളവരും അതേപോലെ ലീഡ് പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകാരെ, കെമിക്കൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പലരെയും എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല. എങ്കിലും കമ്പ്യൂട്ടർ സയൻസിനും അതിലും മേലെ ഇലക്ട്രോണിക്സിനും ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഷൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ നോക്കുന്നു, അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഇതിന്റെ ബാക്ക് എൻഡിൽ ആരുടെ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്, അത് എത്ര മെമ്മറിയാണുള്ളത്, അല്ലെ അത് ഏത് കമ്പനിയുടെ മെമ്മറിയാണുള്ളത്, അതെങ്ങനെ വർക്ക് ആവുന്നു, അതിലെങ്ങനെ ഇന്റർനെറ്റ് കിട്ടുന്നു, വയർലെസ് കിട്ടുന്നു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു മൈൻഡ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു ഫീൽഡിൽ കുറച്ചുകൂടി പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരുപാട് സെമി കണ്ടക്ടർ കമ്പനികളൊന്നും ഇന്ന് ഇന്ത്യയിലില്ല. ഉള്ളത് തന്നെ US ബേസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ കമ്പനികളുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. പിന്നീട് ഈ പറയുന്ന നമ്മുടെ സർവീസ് ബേസ്ഡ് കമ്പനികളിൽ തന്നെ മിക്കവാറും ഈ ഹാർഡ്വെയർ ഡിവിഷൻസ് ഉണ്ടാകും. അവർ ഈ പറയുന്ന സെമി കണ്ടക്ടർ കമ്പനികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി അറിയുന്നത് കൊണ്ട് സെമി കണ്ടക്ടർ കമ്പനികളിലും ഇതേപോലുള്ള സർവീസ് ബേസ്ഡ് കമ്പനികളിലും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്, അവിടെയും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം, ഈ ഒരു സെമി കണ്ടക്ടർ ഫീൽഡിൽ 2 ടൈപ്പ് ജോബ്സ് ഉണ്ട്. ഒന്ന് ഹാർഡ്വെയർ ജോബ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ജോബ്സ് ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ RTL ഡിസൈൻ, ഫിസിക്കൽ ഡിസൈൻ, DFT ഡിസൈൻ വെരിഫിക്കേഷൻ, അങ്ങനെയുള്ള പല റോൾസ് ആണുള്ളത്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എംബഡഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിന്റെ ഫൈവെയർ ഡെവലപ്പ് ചെയ്യുന്ന ജോബ്സ് ആയിരിക്കും. ഈ പ്യുവർ സെമി കണ്ടക്ടർ ഫീൽഡിൽ കൂടുതലും ഹാർഡ്വെയർ പഠിക്കുന്നവർക്കായിരിക്കാൻ ചാൻസ്. പക്ഷേ ഈ എംബഡഡ് സോഫ്റ്റ്വെയർ പഠിക്കുന്നവർക്കാണെങ്കിൽ സെമി കണ്ടക്ടർ ഫീൽഡ് അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള മറ്റു കമ്പനികളിലും ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഏത് വേണമെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഇനി ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് ഈ പറയുന്ന നല്ലൊരു സെമി കണ്ടക്ടർ കമ്പനിയിൽ ജോലി നേടാം എന്ന് നോക്കാം. അതിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നതും പ്രൈവറ്റ് ആയിട്ടുമുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അവർക്ക് 6 months 1 year കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ
നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയാണെങ്കിൽ അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ 2-3 ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഞാനിവിടെ ഇപ്പോ പറയുന്നതാണ്. അതിലൊന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, CDAC. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഇത് പരിചിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം. അവർക്ക് അവരുടേതായ എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പൊ അതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ക്യാമ്പസ് സെന്ററിലൂടെ ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനുശേഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, NIELIT ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ ഇലക്ട്രോണിക്സ് സെക്ടർ സ്കിൽസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, ESSCI. അത് മാത്രമല്ല നമ്മുടെ IIT മദ്രാസ്, IIT ഖാരഗ്പൂർ, ISC ബാംഗ്ലൂരിലൊക്കെ ഇതേപോലുള്ള ഷോർട്ട് ടൈം, ലോങ് ടൈം ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ പഠിക്കുന്നതും ഇതേപോലുള്ള നല്ല കമ്പനികളിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ പറയുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ പേരുകൾ ഞാൻ ഇവിടെ പറയാം. ഒന്നോർക്കുക, ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഒന്നും തന്നെ 100% ജോബ് ഗ്യാരണ്ടി തരാൻ അവർക്ക് പറ്റില്ല. അഥവാ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് സത്യമായിരിക്കില്ല. ഓരോ ക്ലാസ്സുകളിലും 50-60 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന, ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. മാത്രമല്ല ടോപ്പ് കമ്പനികളൊക്കെ കുറവായിരിക്കും വരുന്നത്, അധികവും സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് കമ്പനികളൊക്കെ ആയിരിക്കും വരുന്നത്. എങ്കിൽ പോലും അവിടെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പേര് പറയാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി പഠിച്ച് അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മാവൻ സിലിക്കോൺ, അത് എൻ്റെ അറിവിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. പിന്നെ സുമേധ IT ഉണ്ട്, തക്ഷില ഉണ്ട്, മോസ്റ്റിഫ് ഉണ്ട്, VLSI ഗുരു, പിന്നെ ഒരു വെക്ടോർ ഇന്ത്യ, ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എനിക്ക് അറിയാവുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ശരിക്കും അന്വേഷിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ജോയിൻ ചെയ്യുക. ഇനി അടുത്ത ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു നല്ല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ MTech അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള സെമി കണ്ടക്ടർ ബേസ്ഡ് കോഴ്സുകൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ തന്നെ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI, സെമി കണ്ടക്ടർ ടെക്നോളജീസ്, VLSI ആൻഡ് എംബഡഡ് സിസ്റ്റം പോലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾ ഇതേപോലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് IIT ആകട്ടെ, NIT ആകട്ടെ, അവിടെ നിന്ന് പാസ് ഔട്ടായി വരികയാണെങ്കിലും ഇതേപോലുള്ള നല്ല ടോപ്പ് കമ്പനികൾ അവിടെ വന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ മിക്ക സർവീസ് ബേസ്ഡ് കമ്പനികളും ഇതേപോലുള്ള ടോപ്പ് ടെക്നോളജി സെമി കണ്ടക്ടർ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സെമി കണ്ടക്ടർ ടീമുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടീമിലേക്ക് മൂവ് ചെയ്യാനും ഈ ഒരു ടെക്നോളജിയിലും നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ വർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ടോപ്പ് സെമി കണ്ടക്ടർ കമ്പനിയിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡും അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഈ സെമി കണ്ടക്ടർ ഫീൽഡിൽ ഹ്യൂജ് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അവര് വളരെയേറെ റിക്രൂട്ട്മെന്റ് ഇതേപോലുള്ള സർവീസ് ബേസ്ഡ് കമ്പനികളിൽ നിന്നും നടത്തുന്നുണ്ട്. ഇനി അടുത്തത് ഫൈനലായിട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഹാക്കത്തോൺസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഫ്യൂച്ചറിൽ ഇതേപോലുള്ള നല്ല കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ലിനക്സ് ഒക്കെ നിങ്ങൾക്കറിയാം, അത് ഓപ്പൺ സോഴ്സ് ആണ്. ഒരുപാട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷനിലൂടെയാണ് അതിങ്ങനെ അപ്ഡേറ്റ് ആയി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ആൾക്കാരും ഒരുപാട് സിസ്റ്റംസും ഒരുപാട് ആപ്ലിക്കേഷനുകളും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ലിനക്സ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അതേപോലെ ഓപ്പൺ സോഴ്സ് ആർക്കിടെക്ചറുകളായ RISC-V പ്രോജക്റ്റുകൾ, ഓപ്പൺ റോഡ്, സ്കൈ വാട്ടർ PDK, പിന്നെ എംബഡഡ് ലൈനക്സ് പ്രോജക്ട്സുകൾ, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ ഓപ്പൺ സോഴ്സുകളുണ്ട്. ഇത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോജക്റ്റുകളിലൊക്കെ പറ്റി പഠിച്ച് അതിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് കോഡിങ്ങിലൊക്കെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ആകുവാനും നാളെ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്കൊരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ പറയുന്ന സെമി കണ്ടക്ടർ ഫീൽഡ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, വളരെയേറെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഇന്നത്തെ AI ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നത് ഈ പറയുന്ന സെമി കണ്ടക്ടർ ഫീൽഡിലാണ്. ഈ ഒരു ടെക്നോളജിയെ പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ ഇന്ത്യയിലായാലും US പോലുള്ള വിദേശ രാജ്യങ്ങളിൽ വലിയ കമ്പനികളിൽ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്.
മാത്രമല്ല നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ISM 2.0 ഭാഗമായിട്ട് പല വലിയ കമ്പനികളും രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിലായിട്ട് ചിപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ ഡേറ്റാ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. ഇതിലൂടെ ഒരു 2030 ആകുമ്പോഴത്തേക്ക് ഏകദേശം 35 lakhs ന്യൂ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കണക്ക്. അതിൽ തന്നെ ഏകദേശം 5 മുതൽ 10 ലക്ഷം വരെ ഹൈ പേയിങ് ഡിസൈൻ ജോബ്സ് ആയിരിക്കും എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, പൊതുവേ ഈ പറയുന്ന സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. വളരെ കുറച്ച് വുമൺ എംപ്ലോയീസ് മാത്രമേ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ പല കമ്പനികളും റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളിലായാലും പിന്നീടുള്ള പ്രൊമോഷൻ ലെവൽ കാര്യങ്ങളിലായാലും ഒക്കെ വളരെയേറെ ഈ പറയുന്ന വുമൺ എംപ്ലോയീസിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ കമ്പനികളൊക്കെ വലിയ സപ്പോർട്ടാണ് നൽകുന്നത്. അപ്പൊ അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി വുമൺ എംപ്ലോയീസിനുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ, താങ്ക് യു.